എരുമേലി പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഏറ്റവും വലിയ കക്ഷിയായ UDF വിട്ടുനിന്നു. പട്ടികവർഗ സംവരണമായ പഞ്ചായത്തിൽ UDFന് അംഗമില്ലാതായതോടെ ഇവർ വിട്ടുനിൽക്കുകയായിരുന്നു. മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കും. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി. ലാൽ, എന്താണ് അവിടുത്തെ സാഹചര്യം? എരുമേലിയിൽ 14 സീറ്റാണ് UDFിനുള്ളത്. ഈ 14 സീറ്റുകളുള്ള UDFന് അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാനുള്ള ആളുണ്ടായിരുന്നില്ല. അത് പട്ടികവർഗ സംവരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ പട്ടികവർഗ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതോടുകൂടി 2 സ്ഥാനാർത്ഥികൾ ഉള്ളത് BJPക്കും അതോടൊപ്പം തന്നെ LDFനുമാണ്. ഇരുവർക്കും നിലവിൽ സീറ്റ് നില എന്ന് പറയുന്നത് UDFന് 14 സീറ്റ്, LDFന് 7 സീറ്റ്, BJPക്ക് 2 സീറ്റ് എന്നീ നിലകളിലായിരുന്നു. എന്തായാലും പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടുള്ള UDF വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. UDF വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടുകൂടി തന്നെ ഇലക്ഷൻ നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. കോറം തികയുന്നില്ല എന്ന് കണ്ടതോടുകൂടി ഈ സാഹചര്യത്തിലാണ് 29-ാം തീയതി രാവിലെ 10 മണിക്ക് ഇലക്ഷൻ നടത്താം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ UDF വിട്ടു നിന്നാൽ പോലും ഇലക്ഷൻ നടത്താനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതാണ് ചട്ടപ്രകാരമുള്ള തീരുമാനം. എന്താണെങ്കിലും പക്ഷേ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ UDF മത്സരിക്കും എന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അത് ജനറൽ സീറ്റാണ്. ആ സീറ്റിലേക്ക് UDFിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും, അവർ മത്സരിക്കുമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. ഒരുപക്ഷെ UDF ആര് സപ്പോർട്ട് ചെയ്യും, BJPയുടെ ഭരണം വരാതിരിക്കാൻ വേണ്ടി LDFിനെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ വന്നിരുന്നു. പക്ഷേ അത്തരത്തിൽ BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് LDFുമായി ഒരു കൂട്ടുകെട്ട് വേണ്ട എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോറം തികയ്ക്കാതെ തന്നെ മാറി നിൽക്കാം എന്ന തീരുമാനത്തിലേക്ക് UDF എത്തിയത്. ഒപ്പം തന്നെ ലാൽ, കുമരകത്ത് BJP കോൺഗ്രസിനെ പിന്തുണച്ചു എന്ന വാർത്ത കൂടി ഉണ്ടല്ലോ. അവിടെ LDFന് 8, LDF തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയിരുന്നത് നമുക്കറിയാം. UDFന് 5, BJP 3 എങ്ങനെയായിരുന്നു? അപ്പോൾ ആ തരത്തിലേക്ക് എങ്ങനെയാണത്? തുല്യം എന്ന തരത്തിലാണോ പിന്നീട് വരുന്നത്? കക്ഷിനില 5+3 അങ്ങനെയാണോ? ഏതായാലും LDFന് ഭരണം നഷ്ടമായല്ലോ. അതെ അനുജ, കുമരകത്ത് സ്ഥിതി എന്ന് പറയുന്നത് 8 സീറ്റുകളാണ് LDFിനുണ്ടായിരുന്നത്. അതോടൊപ്പം കോൺഗ്രസിന് 5 സീറ്റുകളും BJPക്ക് 3 സീറ്റുമായിരുന്നു. LDFിന്റെ ഭരണം വരാതിരിക്കുക എന്നതായിരുന്നു BJPയുടെ പ്രധാന അജണ്ട. അതിന്റെ ഭാഗമായിട്ടാണ് BJP UDFിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. ആ പിന്തുണയുടെ ഭാഗമായിട്ട് തതുല്യമായി വരികയും അത് നറുക്കെടുപ്പിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. നറുക്കെടുപ്പിലേക്ക് നീങ്ങിയതോടുകൂടി UDF സ്വതന്ത്രൻ തിരഞ്ഞെടുക്കപ്പെട്ടു. UDF സ്വതന്ത്രന് ഭരണം കിട്ടിയതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന LDFിന്റെ ഭരണം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത് UDF എനിക്ക് പിന്തുണ വന്നൊന്നും മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. നിലവിൽ എന്തായാലും ഭരണം മാറിയിരിക്കുകയാണ്, LDFിന്റെ ഭരണം. അല്ല, LDF അങ്ങനെ പലതും ആരോപിക്കും. ഞാനത് ആരോപിക്കുന്നത് കാര്യമില്ലല്ലോ. കുമരകത്തെ ജനങ്ങളുടെ പിന്തുണ എനിക്കുണ്ട്. ആ പിന്തുണയോടുകൂടി ഞാൻ ഭരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. UDF സ്വതന്ത്രനല്ല, ഞാൻ സ്വതന്ത്രനാണ്. UDF എനിക്ക് പിന്തുണ വന്നെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ നോമിനേഷൻ പേപ്പർ എടുത്ത് നോക്കിയോ, തനി സ്വതന്ത്രനായിട്ട് തന്നെ ഞാൻ മത്സരിച്ചത്. യാതൊരു സംശയവും കാര്യത്തില്ല. അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹമാണ് ഇപ്പോൾ നിലവിൽ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. UDF സ്വതന്ത്രൻ എന്ന രീതിയിലല്ല, സ്വതന്ത്രൻ എന്ന രീതിയിൽ തന്നെയാണ് മത്സരിച്ചത്. LDFിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, അതിനെ വിലപ്പോകുന്നില്ല എന്ന നിലപാടാണ് കുമരകം പഞ്ചായത്തിൽ നിലവിൽ എടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും തുടർച്ചയായുള്ള ഒരു തുടർഭരണം എന്ന LDFിന്റെ സ്വപ്നത്തിനാണ് BJPയുടെ കരുനീക്കം കൊണ്ട് നിലവിൽ കുമരകത്ത് മാറ്റം വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.